ഞാൻ എൻ്റെ വീക്കിലി റൊട്ടീനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര പാട് പിടിച്ച പണിയൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അലോവേര ജെല്ലാണ് ഫേസിൽ യൂസ് ആക്കിയത്. എന്നിട്ട് റേസർ കൊണ്ട് നമ്മുടെ ഫേസിലത്തെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. എനിക്ക് പെട്ടെന്നാണ് ഹെയറൊക്കെ ഇങ്ങനെ കൂടി വരിക മുഖത്ത്. അപ്പോൾ വീക്കിലി ചെയ്താലേ അത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കധികം ഹെയർ എൻ്റെ ഫേസിൽ എന്തായാലും ഉണ്ടാവും. ഇത് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും കൂടിയും ഡാർക്കായിട്ട് തോന്നും. ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ബ്രൈറ്റ് ആവും. അപ്പോൾ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയും കുറച്ച് വെള്ളമാണ്. നിങ്ങൾക്ക് അരിപ്പൊടിയും പാലും വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം അതേപോലെ തന്നെ വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് പൊടിയും കടലപ്പൊടിയും പിന്നെ പൊട്ടറ്റോയുടെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊട്ടറ്റോയുടെ ജ്യൂസിന് പകരം തൈരോ പാലോ എന്ത് വേണമെങ്കിലും മിക്സ് ആക്കാം. ഇവിടെ തൈരില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ ജ്യൂസ് എടുത്തേട്ടോ. നമ്മുടെ ഫേസിൽ നേരത്തെ ഇട്ട സ്ക്രബ്ബർ കഴുകി കളഞ്ഞിട്ട് ഇതൊരു 30 മിനിറ്റ്സ് മുഖത്ത് വെച്ചിട്ട് വാഷ് ചെയ്യുക. ഇങ്ങനെ യൂസ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുക്കുന്നല്ല ഞാൻ പറയണത്. അതായത് വീക്കിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മെല്ലെ മെല്ലെ റിസൾട്ട് വരും. അതായത് ഇപ്പോൾ ഈ പാക്ക് നിങ്ങൾ വീക്കിലി 3 വട്ടമൊക്കെ യൂസ് ആക്കുക. അതേപോലെ തന്നെ റേസർ യൂസ് ചെയ്യണതും സ്ക്രബ് യൂസ് ചെയ്യണതും വീക്കിലി വൺസ് ആക്കി മാറ്റുക. ഞാൻ പുതിയ ഫേസ് പാക്കുകളൊന്നും ട്രൈ ചെയ്യാറില്ല കേട്ടോ. അതായത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പുതിയതൊന്നും ട്രൈ ചെയ്യാറില്ല. ഇത് തന്നെയാണ് ഒരു 3 to 4 ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ ഞാൻ കടലപ്പൊടിക്ക് പകരം മുൾട്ടാണി മിട്ടി അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസിന് പകരം കേട് ഇങ്ങനെയാണ് യൂസ് ആക്കാറ്. നിങ്ങൾ വിചാരിക്കേണ്ടത് അതൊക്കെ ചെയ്തിട്ട് എന്താ ഫേസിലത്തെ പാടൊന്നും മാറാത്തതെന്ന്. ഇതൊക്കെ എൻ്റെ കൂടെ 7th തൊട്ടേ ഉള്ളതാണ് കേട്ടോ. കാരണം 7th പഠിക്കുമ്പോഴാണ് എനിക്ക് ചിക്കൻ ബോക്സ് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട് ഈ പാടുകളൊക്കെ. അപ്പോൾ അത് സ്കിൻ ട്രീറ്റ്മെൻറ്റ് വഴിയേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.